ഹലോ ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടർ ചിക്കൻ ആണ്. വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബട്ടർ ചിക്കനാണിത്. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഇത്രയും ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. ഇത്രയും ചിക്കൻ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ മതിയാകും. അടുത്തതായി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ഇടുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇടുന്നുണ്ട്. ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതിയാവും. ശേഷം 1 കപ്പ് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. തൈരും ഇട്ട ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി ഇത് മിക്സ് ചെയ്യാം. ചിക്കനിൽ നന്നായി മസാലകളൊക്കെ പിടിക്കുന്ന വിധം മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ മസാല ഒക്കെ പിടിച്ച് നന്നായി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം ചിക്കൻ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഈ ഒരു പാനാണ് എടുക്കുന്നത്. ഈ ഒരു പാൻ നമുക്ക് സ്റ്റൗവിൽ വെക്കാം. ഈ ഒരു പാനിലാണ് നമ്മളിന്ന് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട ശേഷം നമുക്ക് ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയ ശേഷം നമുക്ക് അടുത്ത ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി നല്ലോണം ഫ്രൈ ആയ ശേഷം നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഇതേ എണ്ണയിൽ തന്നെ നല്ലോണം പൊരിച്ചെടുക്കണം ചിക്കനൊക്കെ. കാരണം നമുക്ക് കറിയിൽ നല്ലോണം ചിക്കൻ വേവാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതൊന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ തന്നെ ചിക്കൻ നല്ലോണം വേവേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റു കഷ്ണങ്ങളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ മുഴുവനായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലുള്ള അതേ ഓയിൽ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 3 സവാള നേരിയതേ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ കുറച്ച് വെന്ത് വരേണ്ടതുണ്ട്. അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത്രയാകുമ്പം നിർത്താം. ഇനി നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഇടുന്നത് കാഷ്യൂ ആണ്. ഞാൻ ഇത്രയും കാഷ്യൂ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇട്ട ശേഷം വീണ്ടും നന്നായി തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉപ്പാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഉപ്പാണ്. ശേഷം തവി വെച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇടുന്നത് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ശേഷം ഇതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് പേസ്റ്റാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് വീണ്ടും തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റൂ ക്യൂബാണ്. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കൈ കൊണ്ട് നന്നായി പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ട ശേഷം നമുക്കൊരു തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ മുഴുവനായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് ചൂട് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട് ആറിയ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം. ഞാൻ 2 തവണയായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്.
അങ്ങനെ നല്ല പേസ്റ്റായി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടായി സ്റ്റൗവിൽ വെക്കാം. സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കറി നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ തിളച്ച് വന്ന ശേഷം നമുക്ക് ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ 1 ടീസ്പൂൺ സോയാ സോസ് ഇട്ട ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. തവി വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത ചിക്കൻ ഓരോരോ കഷ്ണങ്ങളായി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തിളച്ച് വരുന്ന ഈ ഒരു കറിയിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായി ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ട ശേഷം നമുക്ക് തവി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തവി വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ വളരെയധികം ടേസ്റ്റോട് കൂടി തന്നെ തയ്യാറാക്കാം. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.